ജിതിൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അർജുന്റെ ബന്ധു അഭിജിത്തിനോടൊപ്പം അവിടെ അങ്കോലയിൽ തുടരുന്ന ജിതിൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ജിതിൻ, 7ാമത്തെ ദിവസമാണ് ഈ പരിശോധനകളൊക്കെ നടക്കുന്നത്. എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ട് ഇന്നത്തെ പരിശോധനയൊക്കെ തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആശ്വാസകരമായ വാർത്ത. അതിനെ എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? ലൊക്കേഷനിൽ മാർക്ക് ചെയ്ത ലൊക്കേഷനിൽ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. ഇപ്പം അവിടെ മൂന്ന് JCB 4 വെച്ചിട്ടാണ് ഇപ്പൊ മണ്ണെടുത്തോണ്ടിരിക്കുന്നത്. അവര് മാർക്ക് ചെയ്ത് കൊടുത്തില്ല. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇനി കുറച്ചുകൂടി എടുക്കാനുണ്ട്, അവിടെ മണ്ണെടുക്കാനുണ്ട് കുറച്ചുകൂടി. ഇപ്പോൾ ഈ അവിടെ നിന്ന് ഈ ലോഹ സാന്നിധ്യം സ്ഥിരീകരിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുള്ളൂ. ആദ്യം മുതൽ നിങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഈ പാർക്കിംഗ് പ്ലേസിൽ കൂടുതൽ പരിശോധന വേണം എന്നടക്കമുള്ളത്. നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് അല്ലേ? പ്രതീക്ഷിക്കണം, നോക്കാം നമുക്ക് എന്താണെന്നില്ല. അവർ മാർക്ക് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. അത് അങ്ങനെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. അതെങ്ങനെ ഓപ്പറേഷൻ നടക്കുന്നുണ്ട് മണ്ണെടുപ്പത്തിന്. അവിടെ തന്നെ എക്സാക്ട് അവിടെ തന്നെയാണ് മണ്ണെടുത്തോണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒരു പ്രാധാന്യമുള്ളത് കരയിലും ഒപ്പം തന്നെ ഈ പുഴയിലുള്ള മൺകുണയിലും ഒക്കെ ഒരുമിച്ചുള്ള പരിശോധന തുടരുന്നു എന്നുള്ളതാണ്. പുഴയിൽ അങ്ങനെ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രദേശവാസികളൊക്കെ നിങ്ങളോട് എന്താണ് പറയുന്നത്? അല്ല, പ്രദേശവാസികൾ അങ്ങനെ ഒരു ചാൻസും പറയുന്നുണ്ട്. ഇതിന്റെ താഴെ ഭാഗം ഈ റോഡിന്റെ താഴെ ഭാഗം കുറച്ച് നല്ല ഫീറ്റിൽ താഴെയുള്ള ഭാഗമാണ്. അപ്പൊ അതിന്റെ അടിയിലും പെടാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇവിടെ പ്രദേശവാസികൾ. ഈ മൺതിട്ടയുണ്ടല്ലോ, ഈ 4 വരി പാതയ്ക്കും ഗംഗാവലിക്കും ഇടയിലുള്ള മൺതിട്ട, അവിടെ പെട്ടുപോകാനുള്ള സാധ്യതയെ കുറിച്ചുകൂടി പരിശോധിക്കുന്നുണ്ടോ? അവിടെ ഇപ്പൊ മണ്ണെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെയും ചെക്ക് ചെയ്യും. ഇത് കുറച്ചു നേരം കൂടി എടുത്തു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് തീരുമാനമാവും ഏകദേശം. അപ്പം അതിനുശേഷം ഈ താഴ്ഭാഗമാണ് അവർ ചെക്ക് ചെയ്യുക. ഇന്നത്തോടുകൂടി ഈ പരിശോധനയുടെ ഒരു ഫലം കാണുമെന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അതെ, കാണാൻ പറ്റുമെന്നാണ് കരുതുന്നത്. നോക്കാം. ശരി, വളരെയധികം നന്ദി ജിതിൻ ഇപ്പോൾ സംസാരിച്ചതിന്.